മുകളിലേക്ക് മാങ്ങ പറയും, താഴേക്ക് ചെളികുത്ത്. നമുക്കൊന്ന് 5 മിനിറ്റ് സൈഡിലേക്ക് മാറിക്കാം. തനിക്ക് എന്താ വേണ്ടത്? ബിസി ആയ ബിസി മാൻ, എനിക്ക് നിന്ന് തിരിയാൻ സമയമില്ല. പോയടാ നിന്നെ പോലെ ഈ ടിവിക്കാരെ പോലെ വേറെ പണിയില്ലാത്തവരല്ല ഞങ്ങളൊക്കെ. ഞങ്ങൾക്കൊക്കെ വേറെ 100 കൂട്ടം തിരക്കാ. ചെല്ല്. മതി. എന്തായി സംഗതി ഏറ്റോ? ഒരു നമ്പർ ഇട്ട് നോക്കാം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കണ്ട നിങ്ങൾക്കല്ലേ തോന്നുന്നു എന്തായിരിക്കും. കടിച്ചു പിടിച്ച് കൊടന പോലത്തെ ആ സുന്ദരമായ ചിരി എന്തൊരു ഐശ്വര്യദായകമാണ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പറഞ്ഞോ, ചോദിച്ചോ. ഒന്നുമില്ല, ചുമ്മാ ഒന്നുമില്ല. ഇല്ലട്ടോ, കാര്യമായിട്ടൊന്നുമില്ല. എന്ത് ഇഷ്യൂ? പറയാനുള്ളത് ഞാൻ അവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഇഷ്യൂ ആണ്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. എല്ലാവർക്കും എല്ലാ പ്ലാറ്റ്ഫോമിലും അവകാശമുണ്ട്. പിന്നെ എന്തിനാണാവോ ഇങ്ങോട്ട് എഴുന്നള്ളിയതിന്റെ ഉദ്ദേശം? വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാം. അത് ഇന്നും നാളെയും എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത്? ഒന്നുമില്ലെങ്കിൽ ഞാനൊരു സാഹിത്യകാരനല്ലേ, ആ ഒരു മതിപ്പെങ്കിലും എനിക്ക് തരണ്ടേ? അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. ഇല്ല, അങ്ങനെ പെർട്ടിക്കുലർലി ഒന്നുമില്ല. സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എല്ലാവരും ഉണ്ട്. ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട്. കുഴപ്പമില്ല. ഐ ലൈക്ക് ജുസേൽ, ഐ ലൈക്ക് ആദില, നൂറ, അങ്ങനെ കുറച്ച് പേരുണ്ട്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. വൈൽഡ് കാർഡ് അബ്സല്യൂട്ട്ലി നോ. ഭയങ്കരം തന്നെ. റിയാസ് സലീമാണ് വൈൽഡ് കാർഡിൽ ഏറ്റവും നല്ല ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട്. പതുക്കെ ഉള്ള ഇംഗ്ലീഷ് കൂടെ നീ പറഞ്ഞു തീർത്താ. അമേരിക്കയിൽ എന്തെങ്കിലും ആവശ്യം വന്ന ജോർജ് ബുഷ് എന്ത് ചെയ്യൂടെ? ഞാൻ പോകുന്നു. ബൈ.